ഓസ്കാർ പ്രഖ്യാപിക്കുമ്പോൾ മികച്ച ചിത്രം, സംവിധാനം, നടൻ, നടി, തിരക്കഥ തുടങ്ങി പ്രധാന വിഭാഗങ്ങളിലെല്ലാം കടുത്ത മത്സരമായിരുന്നു ഇത്തവണ നടന്നത്. ഓസ്കാർ പ്രഖ്യാപിക്കുമ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം അഡ്രിയാൻ ബ്രോഡി വീണ്ടും വേദിയിലെത്തിയിരിക്കുകയാണ്. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനായി. 22 വർഷങ്ങൾക്ക് മുമ്പ് ദ പിയാനിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ഓസ്കാർ നേടി ചരിത്രം സൃഷ്ടിച്ച നടനാണ് അഡ്രിയാൻ ബ്രോഡി. റോമാൻ പൊളൻസ്കിയുടെ വാർ ഡ്രാമയായ ചിത്രത്തിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയതിനാണ് അഡ്രിയാൻ 2003 ഓസ്കാർ നേടിയത്. തന്റെ 29-ാം വയസ്സിലായിരുന്നു ചലച്ചിത്ര രംഗത്തെ ഉന്നത പുരസ്കാരങ്ങളിലൊന്ന് അഡ്രിയാൻ സ്വന്തമാക്കിയത്. മികച്ച നടനുള്ള അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അഡ്രിയാനായിരുന്നു. ബ്രാഡി കോർപ്പറ്റ് സംവിധാനം ചെയ്ത ദ ബ്രൂട്ടലിസ്റ്റിലൂടെയാണ് അഡ്രിയാൻ 2ാം ഓസ്കാർ സ്വന്തമാക്കിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിലെ അഭിനയ മികവിന് അഡ്രിയാന് മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബും ലഭിച്ചിരുന്നു. ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ ആകെ 9 പുരസ്കാരങ്ങളാണ് അഡ്രിയാന് സ്വന്തമാക്കാൻ സാധിച്ചത്. മാത്രമല്ല, പിയാനിസ്റ്റിനു മുമ്പും ശേഷവുമെന്ന് അഡ്രിയാന്റെ കരിയറിനെ വിലയിരുത്താറുമുണ്ട്. ഇതുവരെ ഏകദേശം 60ഓളം ചിത്രങ്ങളും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം വേഷമിട്ടു. മികച്ച നടനുള്ള ഓസ്കാർ ഏറ്റുവാങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം താരം പുനഃസൃഷ്ടിച്ചു. 2003 ഓസ്കാർ ഏറ്റുവാങ്ങിയപ്പോൾ പുരസ്കാരം സമ്മാനിച്ച ഹാലി ബെറിയെ താരം അപ്രതീക്ഷിതമായി ചുംബിച്ചത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഓസ്കാർ നിമിഷമായി ഇത് മാറി. വീണ്ടും മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം എഡ്രിയാനെ തേടിയെത്തിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ വിവാദ ചുംബനം റെഡ് കാർപ്പറ്റിൽ വെച്ച് എഡ്രിയാനും ഹാലി ബെറിയും പുനരാവിഷ്കരിക്കുകയായിരുന്നു. 2003 ഹാലിയുടെ സമ്മതം ചോദിക്കാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു എഡ്രിയാന്റെ ചുംബനം. അതുകൊണ്ട് തന്നെ വിവാദങ്ങളും ആ ചുംബനത്തെ പിന്തുടർന്നു. 2025 റെഡ് കാർപ്പറ്റ് വേദിയിൽ സഹതാരങ്ങളെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കിയായിരുന്നു ഇരു താരങ്ങളും വിവാദ ചുംബനം വീണ്ടും പുനരാവിഷ്കരിച്ചത്. അതേസമയം മികച്ച നടിക്കുള്ള അവാർഡ് അനോറയിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ സ്വന്തമാക്കി. അനോറ ഒരുക്കിയ ഷോൺ ബേക്കർ മികച്ച സംവിധായകനായി. മികച്ച ചിത്രം, സംവിധാനം, എഡിറ്റിംഗ്, അവലംബിത തിരക്കഥ, നടിയുൾപ്പെടെ പ്രധാന 5 പുരസ്കാരങ്ങളാണ് അനോറ ഇത്തവണത്തെ ഓസ്കാറിൽ സ്വന്തമാക്കിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.